എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് ജർമ്മനിയിലെ മഞ്ഞ് മൂടിയ ഒരു സ്ഥലത്താണ്. നിങ്ങൾക്കിവിടെ കാണാം, ഫുള്ള് മഞ്ഞാണ്. ബാക്കിലൊരു മല കാണാം, അവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇന്നൊരു സണ്ണി ഡേ ആയതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ശിവയും കൂടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിൻ്റർ ട്രക്കിങ് അല്ലെങ്കിൽ ഒരു സ്നോയിക്കൂടെ ഒരു ട്രക്കിംഗ് ആണ് നമ്മൾ പ്ലാൻ ഇടുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുന്നിൽ കാണുന്ന ഈ വഴി കണ്ടോ, ട്രക്കിംഗ് പാത്താണ്. അതിൻ്റെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഈ വഴിക്കല്ല, നമുക്ക് ഇവിടെ ഇതിൽ കൂടെ ഒരു വഴി കാണിക്കുന്നുണ്ട്. എന്താ പറയുക, ഇത് ഒരു കാട്ടുവഴിയാണ്. അപ്പോൾ ഈ കാട്ടുവഴി കൂടെ ഉള്ള ഒരു ഹൈക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ശിവപ്രിയ അത് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് പോയാലോ? ഓക്കെ, എന്നാൽ നമുക്ക് ഈ വഴിക്ക് അങ്ങ് പോവാം. ഇപ്പൊ ഹൈസൊക്കെ കുറച്ച് വീണ് ഹാർഡായി അല്ലേ? അതെ. അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോ ഇങ്ങനെ കിരികിരി കിരികിരി എന്നുള്ളൊരു സൗണ്ട്. അതെ, കഴിഞ്ഞ ദിവസം ഞാൻ ഹൈക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് പോയപ്പം എന്താ പറയുന്നത്, മഞ്ഞ് പെയ്ത് കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. ഇന്നിപ്പം നമുക്കൊരു ചെറിയ ഗ്രിപ്പ് കിട്ടുന്നുണ്ടല്ലോ, ഐസിൽ കൂടെ നടന്നിട്ട് നമുക്ക് ഗ്രിപ്പുണ്ട്. ആ വ്യൂ ഒന്ന് കാണിച്ച സണ്ണ് വന്നിട്ട് സൺലൈറ്റ് അടിച്ചിട്ട് നല്ലുണ്ട്. അതെ, സൺലൈറ്റ് അടിച്ചിട്ട് ആ ഒരു ബിൽഡിങ്ങും, അത് അവരുടെ സ്റ്റേജ് ആണെന്ന് തോന്നുന്നു അല്ലേ? എന്തെങ്കിലും പ്രോഗ്രാം നടത്താനായിരിക്കും. ഇത് ഒരു ഹോട്ടലല്ല, ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന പ്രൊഫസേഴ്സിനും അതുപോലെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലം, അവർ വന്ന് താമസിക്കുന്ന സ്ഥലം. അതിൻ്റെ കോമ്പൗണ്ട് മൊത്തത്തിൽ മഞ്ഞ് പെയ്ത് കിടക്കുക. ഇത്തവണ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഞ്ഞ് എനിക്കൊന്ന് ജർമ്മനിയിലെ എല്ലാ ഭാഗത്തും മഞ്ഞ് പെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ശരിയല്ലേ? പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷം നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇത്തവണ കഴിഞ്ഞ വർഷത്തിനും വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് കിട്ടിയത്. ആ കഴിഞ്ഞ കൊല്ലം ഞാൻ വിന്റർ ഹൈക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞത് 20 വർഷത്തിനിടയ്ക്ക് വന്നതിൽ ഏറ്റവും വലിയ സ്നോഫോൾ ആയിരുന്നെന്നാണ് പറഞ്ഞത്. ഇത്തവണ നോർമലായിട്ട് വരുന്ന പോലത്തെ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ചാല് പോലെ ചാല് പോലത്തെ ഒരു സാധനം, അവിടുന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മള് സൈക്കിളൊക്കെ കഴുകാൻ വരും. അതെ, കഴിഞ്ഞ ആഴ്ചകളിലെ അപേക്ഷിച്ച് ഇന്ന് അധികം തണുപ്പില്ല. അതെ, ഞാൻ ഗ്ലൗസ് എടുത്തിട്ടുണ്ടെങ്കിലും ഗ്ലൗസ് കയ്യിലിട്ടിട്ടില്ല. പിന്നെ അതേപോലെ അത് ജാക്കറ്റ് ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നത്. തണുപ്പ് എന്തോ പ്ലസ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് നല്ല വെയിലും ഉണ്ട്. വെയിലത്ത് നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ? എന്തായാലും നമ്മള് ഇതുപോലുള്ള വഴികളും എല്ലാം നമ്മള് പണ്ട് ടിവിയിലും ഒക്കെ അല്ല കണ്ടിട്ടുള്ളത്. ഞാനിങ്ങനെ ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്കിന്റെ കവറില്ലേ, അതിലിങ്ങനത്തെ ഫോറസ്റ്റിന്റെ ഒക്കെ പിക്ചർ വരാറില്ലായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മഞ്ഞ് ഉരുകാൻ തുടങ്ങിയല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, പ്ലസ് അല്ലേ നിക്കുന്നത്, 6 ഡിഗ്രി എങ്ങാണ്ടല്ലേ ഇപ്പൊ തണുപ്പ്. ഇപ്പൊ ഇത് പയ്യെ പയ്യെ ഉരുകി തുടങ്ങും. പിന്നെ ചെറിയ വെയിലും ഉണ്ടല്ലോ. അതേസമയം എനിക്ക് തോന്നുന്നു ബുധനാഴ്ച തൊട്ട് വീണ്ടും സ്നോ പറയുന്നുണ്ട്. പിന്നെ മൈനസിലേക്ക് വീണ്ടും പോകും. അന്നേരം പ്രശ്നം എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിടക്കുന്ന ഐസെല്ലാം ഈ കിടക്കുന്ന മഞ്ഞെല്ലാം ഐസാകും. ഐസാകുമ്പോൾ പിന്നെ ഒരുമാതിരി ഇത് ഒരു ഗ്ലാസിന്റെ എഫക്റ്റ് ഇതാവും. അപ്പം തെന്നും. കഴിഞ്ഞ വർഷം വിന്ററിൽ ഞാൻ ഒരുപാട് പേര് റോഡിലൊക്കെ തെന്നി വീഴുന്ന കണ്ടിട്ടുണ്ട്. നിൽക്കുന്ന നിപ്പിൽ തെന്നി വീഴും. ഗ്രിപ്പുള്ള ഷൂ ഇട്ടില്ലെങ്കിൽ നല്ലോണം വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇന്നലെ ആൾസ്റ്റാർട്ടിന്റെ അങ്ങോട്ട് പോകുമ്പം ഫുള്ളി മഞ്ഞ്, ആൾക്കാർ നടന്നിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. മൊത്തം ചെളി നടന്നിട്ടും വണ്ടികൾ പോയിട്ടും മൊത്തം ചെളിയായിട്ട്. പിന്നെ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിന്റെ സൈഡിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ വണ്ടികൾ പാഞ്ഞു പോകുമ്പോൾ തെറിപ്പിക്കുന്നു ചെളി. അതെ, അത് ഈ മഞ്ഞും മണ്ണും, മണ്ണല്ലല്ലോ, ചെളിയെല്ലാം കൂടെ മിക്സ് ആയിട്ട് അതൊരു മാതിരി വൃത്തികെട്ട, കാണാനും ഒരു രസമില്ല. അതെ, നമ്മൾ സൂക്ഷിച്ചു നടക്കണം. സത്യം.
ശരിക്കും മഞ്ഞ് വീണ് കിടക്കുന്ന കാണാനാ ഭംഗി. ഇതൊക്കെ കാണാൻ ഭംഗി. അതേ മലയുടെ ഇവിടെയൊക്കെ അല്ലാണ്ട് കുറച്ച് ഇതുവഴിയൊക്കെ ആൾക്കാർ കൂടുതൽ പോകുന്നൊരു സ്ഥലമായിരുന്നെങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല, ഫുൾ വൃത്തികേടായി പോയന്. ആദ്യമായിട്ട് മഞ്ഞത്തോടെ നടന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് മഞ്ഞ് കണ്ടത്. കഴിഞ്ഞ വർഷത്തെ എക്സൈറ്റ്മെന്റ് ഒന്നും ഇപ്പൊ ഇല്ല. അതെ, കഴിഞ്ഞ വർഷം ആദ്യമായിട്ടല്ലേ മഞ്ഞ് പെയ്യുന്നത് കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. തവണ അത്ര ഇല്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ കൊല്ലം ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നില്ലേ ആൾക്കാർക്ക്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ റോഡ് ബ്ലോക്ക് ആയല്ലോ. കാരണം റോഡില് മഞ്ഞ് മാറ്റാൻ വേണ്ടി പറ്റുന്നതിന്റെ അപ്പുറത്ത് മഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വീണിട്ടുണ്ടായിരുന്നു. അന്നേരം പബ്ലിക് ബസ് വരെ ഫോഗ് കാരണം ഡ്രൈവേഴ്സിന് അയ്യോ കാണുന്നില്ലാന്ന് പറഞ്ഞ് ക്യാൻസൽ ആക്കിയല്ലേ. തന്നു. ഇതിന് മറ്റേ സാധനമാണോ? ബ്ലാക്ക് ഐസ് ആണോ? ബ്ലാക്ക് ഐസ് അല്ലടാ, ചതുപ്പ്. ചതുപ്പൊന്നും അല്ല. അയ്യോ എന്താ പറ്റിയേ? കാല് കുഴിഞ്ഞു പോയി. ആണോ? ഈ മഞ്ഞിന്റെ അടി മൊത്തം അഴുക്ക. ഉള്ളിലോട്ട് കയറിയപ്പോ വെട്ട വെച്ചിട്ട് കുറഞ്ഞേ. കൈ ചെറുതായിട്ട് തണുത്തു തുടങ്ങി. ഉള്ളിൽ കയറിയ തണുപ്പുണ്ട്. ഇത് അവിടെ എന്തോ ചെറിയ വെള്ളം പോലെയുള്ള എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഫ്രോസൺ ആയി കിടക്കുന്നുണ്ടോ? അതെ അതെ. ഞാൻ ഈ വഴി കൂടെ എല്ലാ സീസണിലും ട്രക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടെ വെള്ളം ഫ്രോസൺ ആയി കിടപ്പുണ്ട്. കട്ടിയല്ലേ? ചെറിയ കട്ടിയുള്ളൂ. നമ്മൾ ചവിട്ടിയാ പൊട്ടിപ്പോവും. പിടിക്കാവോ? പൊട്ടിക്ക. അവിടെ ഉള്ള ഇച്ചിരിയും കൂടെ കട്ടിയുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും മഞ്ഞ് ഫുള്ള് മൂടി കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വണ്ടർലാൻഡിലൊക്കെ വന്ന പോലെ അല്ലേ? നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇത് ഇവിടെ ഐസായിട്ട് കിടപ്പുണ്ട്. ചവിട്ടട്ടെ? ഇല്ല, കട്ടിയുണ്ട്. പക്ഷെ എന്റെ കനം കൊള്ളുമെന്ന് അറിയില്ല. അതേപോലെ ഇവിടെ എല്ലാം ഉണ്ട്. ജിമ്മി, എന്തോ നമ്മളിപ്പം ഇപ്പോഴല്ലേ ഈ സ്നോയും വിന്ററൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഈ സ്നോ വരുമ്പോഴും വിന്റർ വരുമ്പോഴൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടാ ഉണ്ടാകുന്നത്? സ്നോ വരുമ്പോഴും വിന്റർ വരുമ്പോഴും ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വസ്ത്രധാരണം തന്നെ. കാരണം നമ്മൾ ചുമ്മാ ഒരു സമ്മറിൽ ഒരു പുറത്തോട്ട് ഇറങ്ങി പോകുന്ന പോലെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. നമുക്ക് ലെയറായിട്ട് ഫസ്റ്റ് തെർമല്, പിന്നെ ടീഷർട്ട്, അതിൻ്റെ പുറത്ത് ഹുഡി, അതിൻ്റെ പുറത്ത് വാട്ടർ പ്രൂഫ് ജാക്കറ്റ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്താലേ നമുക്കിത് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വിൻ്റർ ഷൂസ്, ഗ്ലൗസ്, പിന്നെ വിൻ്റർ ക്യാപ്പ് വെക്കുന്ന ആൾക്കാർക്ക് ആ ടൈപ്പ് ക്യാപ്പ്. ഞാൻ പക്ഷെ എപ്പോഴും വെക്കാറില്ല. എനിക്കെന്തോ അത് കംഫർട്ടല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ ആ ടൈപ്പ് ക്യാപ്പ് വെക്കാറുള്ളൂ. പിന്നെ മാസ്ക്, പിന്നെ സ്കാർഫ്, അങ്ങനെ കുറച്ച് എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനു വേണ്ടി മേടിക്കേണ്ടതല്ല, മേടിക്കുന്നതിലുപരി ഇതെല്ലാം നമ്മളിട്ട് ഉപയോഗിക്കുമ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാക്കറ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ചില പെയിനും ഒക്കെ വരും. നമുക്ക് ചില ഷോൾഡർ പെയിൻസ് ഒക്കെ വരും. അപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജാക്കറ്റുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ഡെക്കാത്തലോണിലെ ജാക്കറ്റൊക്കെ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്, ഹെവിയാണ്. അതിട്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അതാണ് എനിക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് വിന്ററില്. പിന്നെ സമ്മറിന്റെ പോലെ പെട്ടെന്ന് റെഡി ആയിട്ട് ഓടാനൊന്നും പറ്റില്ല. ബസ്സൊക്കെ പിടിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് തുടങ്ങി റെഡി ആവണം. ഇപ്പൊ തെർമല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ആദ്യം തെർമൽ ഇടണം. തെർമൽ ഇട്ട് കഴിയുമ്പം സോക്സ് ഇടണം, അല്ലെങ്കിൽ തെർമൽ പൊങ്ങിപ്പോരും. കറക്റ്റായിട്ട് അവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ അടുത്ത സോക്സ് ഇടണം, പിന്നെ പുറത്ത് മേളിലിടണം, അടുത്ത പാൻറ് ഇടണം. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം, സ്നോ വീണ് കഴിഞ്ഞ് കഴിയുമ്പം ഈ റോഡിലും അവിടെ ഇവിടെ എല്ലാം കിടക്കുന്ന ചെളി, അതും പിന്നെ ഈ
നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. നമുക്ക് പെട്ടെന്ന് ഓടിയൊന്നും ഒരിടത്ത് പോകാനൊന്നും നിൽക്കരുതാരും. അതെ, ഓടി ഓടി നിൽക്കരുത്. കാരണം വീണ് കഴിഞ്ഞാൽ നല്ല പാടായി ഈ സമയത്ത്. പക്ഷെ നമ്മൾ ജനിച്ചപ്പോ തൊട്ട് ഈ ഒരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്കിപ്പോ സർവൈവ് ചെയ്യാനൊന്നും പറ്റാഴികയില്ല. ഇല്ല, അല്ലേ? സർവൈവ് ചെയ്യാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ക്ലൈമറ്റിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇവിടെ വന്നാലും സർവൈവ് ചെയ്യാൻ പ്രോപ്പറായിട്ട് എന്തൊക്കെയാ വേണ്ടത് അതുപോലെ ഡ്രസ് ചെയ്യും എല്ലാം ചെയ്താൽ മതി. പക്ഷെ ഞാൻ പിന്നെയും പറയുന്നു, നമ്മൾ എല്ലാ പ്രാവശ്യവും, അതായത് ഇപ്പം നമുക്ക് ഇപ്പം നിൽക്കാൻ പറ്റുന്ന ക്ലൈമറ്റ് ആണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ കഴുത്തും ദേഹവും ഫുള്ള് മറക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യണമെന്നും ആണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറൊരു ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അലർജി ഉള്ളവർക്ക് അലർജി മാറുന്നുണ്ട്. മേ ബി എയറിന്റെ ക്വാളിറ്റി കൊണ്ടാണെന്നാ തോന്നുന്നത്. പലരും വിചാരിക്കും ഇവിടെ വന്ന തണുപ്പല്ലേ അപ്പൊ അവർ അലർജി കൂടുവോ, അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉള്ളവരിൽ അലർജി അവർക്ക് കുറഞ്ഞതായിട്ടാ കണ്ടത്. അതെ, എനിക്കാണെങ്കിൽ തന്നെ നാട്ടിൽ വെച്ചിട്ട് സ്ഥിരമായിട്ട് തുമ്മലും ജലദോഷം ഉണ്ടായിരുന്ന ഒരു ആളാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇത്രയും തണുപ്പത്തിൽ നിന്നിട്ട് പോലും എനിക്ക് ആ അലർജിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെന്താ ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാനായിട്ടാണെങ്കിൽ വിന്ററില് പിന്നെ ലൈറ്റ് പോകുന്നത്, അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാ. പെട്ടെന്ന് ലൈറ്റ് പോകും. ഒരു 4:30 ആകുമ്പോൾ തന്നെ ഇരുട്ടാൻ തുടങ്ങും. അപ്പം നമ്മള് ഇപ്പം സമ്മറിലെ പോലെ ഒരു കുറച്ച് ടൈം കിട്ടില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. അതെ, ഇപ്പം വൈകിയാണ് രാവിലെ ആയി കുറച്ച് കഴിയുമ്പോൾ രാത്രി അല്ലാതെ നമുക്ക് സമയം കിട്ടാറില്ല. ലൈറ്റ് ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാട്ടോ. ഇപ്പൊ തന്നെ ഇവിടെ പോയി ഒരു മൂടിയ ഒരു സെറ്റപ്പായി. പിന്നെ ഒരു ഉഷാറ് കുറവ് തോന്നാറുണ്ട്. ഒരു സമ്മറിലുള്ള ഒരു എന്താ എനർജി കുറവുണ്ട്. പിന്നെ സപ്ലിമെന്റ്സ് അല്ലേ, ഒന്നാമത്തെ നമുക്ക് വിറ്റമിൻ ഡിന്റെ സപ്ലിമെന്റ്സ് മെയിൻ ആയിട്ട് എടുക്കണം. കാരണം സൺലൈറ്റ് അധികം കിട്ടാത്തത് കൊണ്ട് വിറ്റമിൻ ഡിന്റെ സപ്ലിമെന്റ് എടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന വേറെ സപ്ലിമെന്റ്സ് ആണ് omega-3 എടുക്കാറുണ്ട്, മീൻ ഗുളിക മേടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ അത് ഈ DMലൊക്കെ ഇങ്ങനെ ഒരു ടാബ്ലറ്റ് പോലെ കിട്ടും, വെള്ളത്തിലിട്ട് അലിയിച്ച് കുടിക്കുന്നത് പോലെ, അതും നമ്മൾ ഇടയ്ക്ക് എടുക്കാറുണ്ട്. പിന്നെ ഫിഷ് ഇവിടെ അധികം നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ് omega-3 കഴിക്കുന്നത്. പിന്നെ വിറ്റമിൻസും കുറവുള്ളവർക്ക് അതെടുക്കാം. പിന്നെ കാൽസ്യം + D3 എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മളിത് നടക്കുന്ന വഴിയിൽ അവിടുന്ന് എല്ലാം കാറ്റത്ത് മരങ്ങൾ മറിഞ്ഞ് വീണ് കിടപ്പുണ്ട്, ബ്ലോക്കായിട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മളേതായാലും നമ്മളിത് ചാടിക്കിടന്ന് വേണം പോവാൻ. മഞ്ഞത്ത് ചില സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയാ. സമ്മറിൽ കാണുമ്പോ കിട്ടാത്തൊരു ഭംഗിയല്ലേ? അതെ, ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്, അല്ലേ? പിന്നെ പാട്നക്ലാം, പിന്നെ നമ്മുടെ നോയ്ഷ്വാൻസ്റ്റൈൻ കാസ്റ്റില്, പിന്നെ ഓസ്ട്രിയയിലെ ഹാൾസ്റ്റാട്ട്, അങ്ങനെ കുറെ സ്ഥലങ്ങൾ നമുക്ക് മഞ്ഞത്ത് എന്തിനാണ് പറയുന്നു, നമ്മുടെ ഇവിടം തന്നെ കാണാൻ നല്ല അടിപൊളിയാ. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു വണ്ടർലാൻഡ് ഫീലാണ് നമുക്ക് മഞ്ഞത്ത് ഉള്ളത്. പിന്നെ ഒരുപാട് തവണ മഞ്ഞ് കണ്ട ആൾക്കാരാണ് ഈ മഞ്ഞ് എന്തുവാണ്, മഞ്ഞ് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ബെസ്റ്റ് ഒരു ടൈമും കൂടിയാ വിന്റർ. അതെ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മള് എങ്ങനെ, ഇപ്പൊ നമ്മൾ കാറിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഫുള്ള് സേഫ്റ്റി നമ്മൾ ഉറപ്പാക്കണം, നമ്മളുടെയും വണ്ടിയുടെയും എല്ലാം. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് വിൻ്ററിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരുപാട് വിൻ്റർ ആക്ടിവിറ്റീസൊക്കെ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. സ്കീയിങ്ങും അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ മാനേജർ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ ഇപ്പോഴും സ്കീയിങ് ചെയ്യുന്നതിൻ്റെ അതൊക്കെ ഇടും. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇച്ചിരി കൂടെ മുന്നോട്ട് പോയിട്ട് വരാം, നമുക്ക് പോയി നോക്കാം ഏതാ. ഒട്ടും പൊട്ടയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോരാം.
ഇതിലെ കൂടെ ഒരുപാട് പേര് ഹൈക്ക് ചെയ്ത് പോയിട്ടുണ്ട് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാണാൻ പറ്റും. അതെ, ഇവരുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു വിനോദമാണല്ലോ ഹൈക്കിങ്. സത്യമാ. അങ്ങോട്ടൊക്കെ മലയുടെ മേളിലോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ. ഇവര് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആട്ടോ. അതെ. അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസിയും അതുകൊണ്ട് കൂടുതലുണ്ട്. കാര്യം ഇവിടെ എന്താ പറയണ്ടേ, മറ്റേ മദ്യപാനവും സിഗരറ്റ് വലിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഹെൽത്തി എല്ലാവരും. അതെ. മേ ബി അവരുടെ ശരീരഘടനയും ഒരു കാരണമാകാം. ആയിരിക്കണം. പിന്നെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വിന്ററിൽ വരെ ആൾക്കാർ ഓടാനൊക്കെ പോകും. അതെ, അവര് സമ്മറിൽ എന്തൊക്കെ റൂട്ടീനാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്തു. അല്ലാണ്ട് വിന്റർ ആണെന്ന് പറഞ്ഞ് അതവർ മാറ്റി വെക്കില്ല. നമ്മളല്ലേ അല്ലേ അതെ എല്ലാം മടിയാന്ന് പറഞ്ഞ്. ഇതിൽ കൂടെ കുറച്ച് കയറിയാലോ, മൈൻഡ് ഉണ്ടോ, ധൈര്യം ഉണ്ടോ? ഞങ്ങളെ കാണുന്ന വഴി കൂടെ ഒക്കെ തിരിച്ചു പോകാൻ വഴി അറിയാലോ അല്ലേ. ഇവിടെ ഇത്തിരി ഹാർഡാട്ടോ. പക്ഷെ ഇതിന്റെ നടുക്ക് ഇല വീണ് അഴുക്കായി. തണുപ്പുണ്ട്. ഇപ്പം അങ്ങോട്ട് നമ്മൾ പൊക്കത്തേക്ക് കയറും തോറും തണുപ്പ് കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഹൈക്ക് ചെയ്തപ്പോഴേ എനിക്ക് ഒട്ടും മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ലായിരുന്നു. ആണോ? അത് നിനക്ക് പനി കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതായിരിക്കും. മേ ബി ആയിരിക്കും. കുഴിഞ്ഞു പോകുന്നുണ്ട് കാല് കേട്ടോ. കുഴിഞ്ഞ് പാതാളത്തിലേക്ക് പോകും. കുറെ മലകൾ കാണിച്ചു. ഗായ്സ്, നമ്മളിപ്പം ഉള്ളത് നമ്മൾ ഈ മഞ്ഞത്തോടെ നമ്മളിവിടെ വന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെ ചുറ്റിനും മലകളാണ്. ചുറ്റിനും മലകളുള്ള ഒരു സ്ഥലത്താണ്. ഇതിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ ഒരു ഉറവ കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു മരത്തിൻ്റെ വേരിൻ്റെ അടിയിൽ കൂടെ കണ്ടോ, വേരിൻ്റെ അടിയിൽ കൂടെ ഒരു ചെറിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഈ ഉറവയാണ് അങ്ങോട്ട് ചെറിയൊരു നീരൊഴുക്ക് പോലെ അങ്ങ് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ വെള്ളം വരുവാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമായിരിക്കും. എന്തായാലും നമ്മൾ ഇതിൻ്റെ നടുക്ക് അവിടെ കുറച്ച് ഒരു ഇച്ചിരി അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് പോകുന്നത്. അത് ആ ഏരിയ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ നടുക്ക് നിന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാം. ഓ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും എടീ മരങ്ങളൊക്കെ മറിഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഇതൊക്കെ. അയ്യോ, നമ്മുടെ മേത്തേക്കൊക്കെ വീഴോ? അതിനുള്ള ചാൻസ് ഇല്ല. കൈയൊക്കെ ഇപ്പൊ നല്ലോണം തണുക്കുന്നു. ഇപ്പൊ നല്ലോണം തണുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ടെമ്പറേച്ചറിനകത്തല്ലേ നിൽക്കുന്നത് അല്ലേ. അടിപൊളിയായിട്ടില്ലേ? അതെ. ഓ, കേറി വാ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു അല്ലേ. അതെ. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു വിദേശ രാജ്യത്തൊക്കെ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു അല്ലേ, ആ ഒരു ഫീലിൽ നമുക്കിവിടെ നിൽക്കാം. ചുറ്റിനും മലകളുടെ നടുക്കായിട്ട് നമ്മൾ നിൽക്കുകയാണ്. കൊള്ളാം അല്ലേ, നല്ലൊരു സ്പോട്ട് അല്ലേ. അതെ. അങ്ങനെ ആരും വരാറില്ലാത്ത ഒരു സ്പോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. അങ്ങനെ ഞാനും ശിവപ്രിയയും കൂടെ ഞങ്ങളുടെ ട്രെക്കിങ് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ പ്ലാൻ പ്രകാരം അതിൻ്റെ മേളിൽ കയറാമെന്നായിരുന്നു. അതിൻ്റെ മേളിൽ കയറിയില്ലെങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു ചുറ്റും മലകൾക്കിടയിൽ നമുക്ക് വരാൻ സാധിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ട്രെക്കിങ് നമ്മൾ ഇവിടം വെച്ച് ഫിനിഷ് ചെയ്യുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഈ മഞ്ഞ് മൂടിയ ഈ മലകൾക്കിടയിൽ ഒരു ചെറിയൊരു താഴ്വാരം പോലെയുള്ളൊരു ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസിന് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്.
അപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താം. മാക്സിമം വീഡിയോസ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇപ്പം നന്നായിട്ട് തണുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ അണയ്ക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ബൈ ബൈ.